വിശാഖം 4-ാം ദിവസം. വഴിയരികിലെ പൂക്കളെല്ലാം കുഞ്ഞിക്കൈ കൊണ്ട് കാലിയാക്കി. ചെറിയ പൂക്കളെല്ലാം ഞങ്ങൾ ഓരോന്നായി ഇറുത്തെടുത്തു. പൂവന്വേഷിച്ചെന്ന് നടക്കേണ്ടി വന്നില്ല. അടുത്ത വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ആവശ്യത്തിലധികമുള്ള പൂക്കൾ കിട്ടി. ഒരു പാത്രം നിറയെ പൂവുണ്ടായിരുന്നു. ഇപ്പൊ ശിവവാവയ്ക്ക് അത്തപ്പൂക്കളം ഇടുന്നതും പൂവിറുക്കുന്നതും ഒക്കെ ഒരു സ്ഥിരം കാഴ്ചയായി. എന്നോടൊപ്പം കൂട്ടുകൂടി പൂക്കളുടെ പേര് പറയാൻ പഠിച്ചു. പൂക്കളെ തിരിച്ചറിയാൻ പഠിച്ചു. പൂക്കളം ഒരുക്കുന്നതിനിടയിൽ ശിവവാവത ഏണിയിൽ കയറി. ഇപ്പൊ നിൽക്കുന്നതിനേക്കാളും 2-3 പടി കൂടെ കയറി. എന്നിട്ട് കേൾക്കാതെ വന്നപ്പോൾ ചെറിയൊരു തല്ലു കൊടുത്ത് വീട്ടിനകത്ത് കയറി. പിന്നെ അച്ചാച്ചനോട് പരാതിയായി. ഓരോ ദിവസം കഴിയുന്തോറും പൂക്കളത്തിന്റെ വലിപ്പം കൂടും. ആദ്യത്തെ ദിവസം 1 നിര, 2-ാമത്തെ ദിവസം 2 നിര, അങ്ങനെ നീളുന്നു. ഞാനിപ്പോൾ അങ്ങനെയൊന്നും നോക്കിയില്ല. കിട്ടിയ പൂക്കൾ വെച്ച് പൂത്തറ നിറച്ചു. ഒരു നാൾ മുതൽ കുടകുത്തും. ഈർക്കിലെ പൂക്കൾ കോർത്ത് പൂക്കളത്തിന്റെ നടുവിൽ വെക്കും. അതിനെയാണ് കുടകുത്തുക എന്ന് പറയുന്നത്. വാവയുടെ കരച്ചിലൊക്കെ മാറി എന്നെ സോപ്പിട്ടവൻ പുറത്തിറങ്ങി. തുളസിപ്പൂ വെച്ചിട്ടില്ലല്ലോ, അത് ശ്രദ്ധിച്ചിട്ടാവണം. വാവ തുളസി ഇല പറിച്ച് പൂക്കളത്തിലിട്ടു. അതും കൂടെ ഞാൻ